നമ്മുടെ ഭാരതത്തിന്റെ ആകാശ അതിർത്തികൾ ഇനി ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു ഇരുമ്പ് കോട്ടയായി മാറാൻ പോവുകയാണ്. അതെ, ഇന്ത്യൻ ഡിഫൻസ് മേഖലയിൽ നിന്നുള്ള ഏറ്റവും മാസും പവർഫുള്ളുമായ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് IAF ഇന്ത്യൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ആ ലോകത്തിലെ 1-ാം നമ്പർ എയർ ഡിഫൻസ് സിസ്റ്റം ഓർമ്മയുണ്ടോ? അതെ, നമ്മുടെ സ്വന്തം സുദർശൻ ചക്ര എന്ന് പേരിട്ട S-400 ട്രയംഫ്. ഇതിന്റെ 4-ാമത്തെ റെജിമെന്റ് ഇപ്പോൾ റഷ്യ ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ ഇതിന്റെ സുപ്രധാന ഭാഗങ്ങൾ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യും. കഴിഞ്ഞ 2025 മെയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക സംഘർഷത്തിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും തകർത്ത് തരിപ്പണമാക്കി തന്റെ കരുത്ത് തെളിയിച്ച ആഗോള സൂപ്പർ സ്റ്റാർ ആണ് ഈ S-400. എന്താണ് ഇത്തവണത്തെ പ്രത്യേകത? എവിടെയൊക്കെയാണ് ഇത് വിന്യസിക്കാൻ പോകുന്നത്? വെറും ഒരു മിസൈൽ മാത്രമല്ല, ഇത് വഹിച്ചുകൊണ്ട് പോകുന്ന കൂറ്റൻ ട്രക്കുകളുടെ പിന്നിലെ ആ ഒരു അത്ഭുത സാങ്കേതിക വിദ്യ എന്താണ് പരിശോധിക്കാം. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ എയർഫോഴ്സ് റഷ്യയിൽ ചെന്ന് കൃത്യമായി പ്രീ ഡിസ്പാച്ച് ഇൻസ്പെക്ഷനുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ 4-ാമത്തെ യൂണിറ്റ് ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത്. വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് ഈ 4-ാമത്തെ സ്ക്വാഡ്രൺ വിന്യസിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയായ രാജസ്ഥാൻ അല്ലെങ്കിൽ പഞ്ചാബ് സെക്ടറിലാണ്. അതോടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ വ്യോമസുരക്ഷാ വിടവുകൾ പൂർണ്ണമായും അടയും. ഇന്ത്യയും റഷ്യയും തമ്മിൽ $5 ബില്യൺ കരാറിലാണ് 2018 ഒപ്പുവെച്ചത്. ആദ്യത്തെ 3 റെജിമെന്റുകൾ ഇതിനകം തന്നെ ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ വിന്യസിച്ചു കഴിഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം കാരണം സപ്ലൈ ചെയിനിൽ ചെറിയ താമസം വന്നിരുന്നുവെങ്കിലും പുതിയ ടൈം ലൈൻ അനുസരിച്ച് 4-ാമത്തെ യൂണിറ്റ് ഇപ്പോഴും, അതുപോലെ 5-ാമത്തെ ഫൈനൽ റെജിമെന്റ് 2027ഓടെയും ഇന്ത്യക്ക് ലഭിക്കും. ഇതിനിടയിൽ അമേരിക്ക കാറ്റ്സ നിയമം വഴി ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇന്ത്യ സ്വന്തം താൽപര്യങ്ങളുമായി ധീരമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ ഒരു ആയുധത്തെ ഇത്രയധികം ഭയപ്പെടുന്നത്? ശരിക്കും ഇതിന്റെ സ്പെഷ്യാലിറ്റികൾ കേട്ടാൽ ആർക്കും അത്ഭുതം തോന്നാം. ഒന്ന്, മൾട്ടി ടാർഗറ്റ് കപ്പാസിറ്റി. ഇതിന് ഒരേ സമയം 300-ലധികം ശത്രു ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും ഒരേ സമയം 36 ലക്ഷ്യങ്ങളെ കൃത്യമായി വെടിവെച്ചിടാനും സാധിക്കും. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ലോങ് റേഞ്ച് ആണ്. ഇതിന്റെ ഏറ്റവും ശക്തമായ 40 N6E മിസൈലിന് ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള ശത്രു വിമാനങ്ങളെയോ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളെയോ ഡ്രോണുകളെയോ തകർക്കാൻ കഴിയും. അതായത് ശത്രുവിന്റെ വിമാനം സ്വന്തം മണ്ണിൽ നിന്ന് പറന്നുയരുമ്പോൾ തന്നെ ഇവിടെ ഇരുന്ന് ലോക്ക് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് 4 തരം മിസൈലുകൾ. അതായത് ഇതിലൊരൊറ്റ ടൈപ്പ് മിസൈൽ മാത്രമല്ല ഉള്ളത്. ദൂരത്തിനും ഉയരത്തിനും അനുസരിച്ച് പ്രയോഗിക്കാൻ 40 N6, 48 N6, 9M, 96E എന്നിങ്ങനെ വ്യത്യസ്ത റേഞ്ചുകളിലുള്ള 4 തരം മിസൈലുകൾ ഇതിലുണ്ട്. ഭൂമിയിൽ നിന്ന് വെറും 100 അടി ഉയരത്തിൽ പറക്കുന്ന ഡ്രോൺ മുതൽ 40,000 അടി ഉയരത്തിൽ പറക്കുന്ന യുദ്ധവിമാനങ്ങൾ വരെ ഇതിന്റെ കണ്ണിൽപ്പെടും. ഇനി നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതത്തിലേക്ക് വരാം. ഈ ടൺ കണക്കിന് ഭാരമുള്ള മിസൈലുകളും കൂറ്റൻ റേഡാറുകളും കാട്ടിലൂടെയും മരുഭൂമിയിലൂടെയും എങ്ങനെയാണ് സൈന്യം കൊണ്ടുപോകുന്നത്? ഇതിനായി ഉപയോഗിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഭീമൻ മിലിറ്ററി ട്രക്കുകളാണ്. റഷ്യയിലെയും ബെലാറൂസിലെയും പ്രമുഖ ഹെവി ഡ്യൂട്ടി മിലിറ്ററി കമ്പനികളാണ് ഇതിന്റെ ട്രക്കുകളും ട്രക്ക് ചെസിസുകളും നിർമ്മിക്കുന്നത്. ഒന്നാമത്തേത് BAZ, അതായത് ബ്രയാൻസ്ക് ഓട്ടോമൊബൈൽ പ്ലാന്റ്സ്. S-400ന്റെ പ്രധാന മിസൈൽ ലോഞ്ചറുകൾ വഹിക്കുന്നത് റഷ്യയിലെ പ്രശസ്തമായ ബ്രയാൻസ്ക് ഓട്ടോമൊബൈൽ പ്ലാന്റ്സ് നിർമ്മിക്കുന്ന BAZ 64022 6x6 ഹെവി ട്രാക്ടർ ട്രക്കുകളിലാണ്. കഠിനമായ മണ്ണിലും ചെളിയിലും 60% ചരിവുള്ള മലനിരകളിൽ പോലും ഈ വണ്ടി സുഖമായി കയറിപ്പോകും. അടുത്തത് MZKT മിൻസ് വീൽ ട്രാക്ടർ പ്ലാന്റ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റേഡാർ സിസ്റ്റം, അതായത് 91 N6E പനോറമിക് റേഡാർ ഘടിപ്പിച്ചിരിക്കുന്നത് ബെലാറൂസ് കമ്പനിയായ MZKT നിർമ്മിക്കുന്ന MZKT 7930 8x8 എന്ന രാക്ഷസ വണ്ടിയിലാണ്. ഇവർ നിർമ്മിക്കുന്ന ട്രക്കുകൾ വൊളാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഭീമൻ എന്നോ ജയന്റ് എന്നോ പറയാം. 500 കുതിരശക്തിയുള്ള 500 bhp ടർബോ ഡീസൽ എഞ്ചിനാണ് ഇതിനുള്ളത്. ഇനി മൂന്നാമത്തേത് യുറാൽ 532301. ഇതിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, ശത്രുക്കളെ നിരീക്ഷിക്കുന്ന മെയിൻ ഓഫീസ് ക്യാബിൻ. ഇത് കൊണ്ടുപോകുന്നത് റഷ്യയുടെ വിഖ്യാതമായ യുറാൽ കമ്പനിയുടെ 8x8 ട്രക്കുകളിലാണ്. ഈ ട്രക്കുകളുടെ ട്രാക്കുകളും ടയറുകളും ഏത് കടുത്ത മരുഭൂമിയിലെ മണലിലും പൂണ്ടുപോകാതെ സെൻട്രൽ എയർ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ടയറിലെ കാറ്റ് സ്വയം ക്രമീകരിച്ച് മുന്നോട്ട് കുതിക്കാൻ തക്കവണ്ണമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിൽ ഇതിനെ വളരെ എളുപ്പത്തിൽ വിന്യസിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സിന് സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് 4-ാമത്തെ S-400 കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം 40% വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കുന്ന ആകാശ്, ബരാക് 8 എന്നീ സിസ്റ്റങ്ങൾക്കൊപ്പം ഈ സുദർശൻ ചക്ര കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ ആകാശത്തേക്ക് നോക്കാൻ പോലും ശത്രുക്കൾ ഭയപ്പെടും. ഇതിനോടകം തന്നെ ഇന്ത്യ ഈ സിസ്റ്റത്തിനായി കൂടുതൽ മിസൈലുകൾ ഓർഡർ ചെയ്യാനും ഇന്ത്യയിൽ തന്നെ ഇതിന്റെ ഒരു മെയിന്റനൻസ് ഫെസിലിറ്റി തുടങ്ങാനും റഷ്യയുമായി ചർച്ച നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ സ്പെയർ പാർട്സുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.